ഇതിലും നല്ല കാഴ്ചകൾ കുവൈറ്റിൽ നിന്ന് എനിക്ക് സമർപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 5 മണി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ടുണ്ടല്ലോ, നമുക്ക് ചുറ്റും ഓൾമോസ്റ്റ് കുവൈറ്റ് വാച്ച് ചെയ്യാൻ പറ്റും. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുർഗാവിലുള്ള ലിബറേഷൻ ടവറിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. 10 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ ലിബറേഷൻ ടവർ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അപ്പം ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അടിപൊളി ചാൻസാണ്. നമ്മൾ മിസ് ചെയ്യുമോ? എവിടുന്ന്? അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം നമ്മൾ നേരെ അവിടെ ചെന്നു. നമ്മൾ നെറ്റിലൊക്കെ കുറേ നോക്കിയായിരുന്നു, കിട്ടിയില്ല. അവസാനം നേരിട്ട് ചെന്നു, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു തിക്കും തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ ആൾക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ മേളിൽ നിന്നുള്ള ലൈറ്റ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയായിരിക്കും ആൾക്കാർ വരുന്നത്. നമ്മൾ കുവൈറ്റ് ടവർ കണ്ടായിരുന്നു, പക്ഷേ ലിബറേഷൻ ടവർ ഇപ്പോഴാണ് കാണാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ പോയി കണ്ടിട്ട് കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ലിബറേഷൻ ടവറിനകത്തോട്ട് കയറാൻ പോവാണ്. അതായത് ഒരു കാലത്ത് ഗൾഫ് നാടുകളിലെ ഏറ്റവും വലിയ ടവറായിരുന്നു ലിബറേഷൻ ടവർ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ലിബറേഷൻ ടവറിൻ്റെ അതിസുന്ദരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുവൈറ്റ് സിറ്റിയിലെ ലിബറേഷൻ ടവർ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 6-ാം തീയതി മുതലാണ് ഈ സൗകര്യം ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. മുർഗാവ്, കുവൈറ്റ് സിറ്റിയിലെ മുർഗാവിലെ KPTC ബസ് സ്റ്റാൻഡിനടുത്താണ് നമ്മുടെ ലിബറേഷൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഈ ടവറിൻ്റെ ചരിത്രം പറയുവാണെങ്കിൽ ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് മോചനം നേടിയതിൻ്റെ സ്മാരകമായിട്ട് 1996-ലാണ് ലിബറേഷൻ ടവർ ഓപ്പൺ ആക്കുന്നത്. 372 മീറ്ററാണ് ഈ ടവറിൻ്റെ നീളം. ഗൾഫ് രാജ്യങ്ങളിലും അറബ് മേഖലകളിലും വെച്ച് ഏറ്റവും വലിയ ടവറാണിത്. ഇത് നിർമ്മിച്ച സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ ടവർ കൂടിയായിരുന്നു ലിബറേഷൻ ടവർ. പിന്നീട് ഇതിനേക്കാളും വലുപ്പമുള്ള ഒരുപാട് ടവറുകളൊക്കെ നമ്മുടെ പല രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ച് ഈ ടവറിന് ഒരുപാട് ചരിത്ര ഓർമ്മകളുണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവർക്ക്. അതൊക്കെ നമ്മൾ ടവറിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് പറയാം. സ്വദേശികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാഖുമായിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ സ്മാരകമാണ് ഈ ലിബറേഷൻ ടവർ. അപ്പം നമ്മൾ അകത്ത് പ്രവേശിച്ചു. ഇതിൻ്റെ 150ാമത്തെ നിലയിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാണാം. അവിടെ ഒരു ഗോപുരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ ആകാശവിസ്മയം കാണാൻ പോകുന്നത്. താഴെ തന്നെ സെക്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അവർ നമ്മുടെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ ബാർകോഡെല്ലാം ചെക്ക് ചെയ്യും. ഓക്കെ ആണെങ്കിൽ നമുക്ക് ലിഫ്റ്റിന് അങ്ങോട്ട് പോകാം. ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് ആളനുസരിച്ച് നമുക്ക് ടോപ്പിലേക്ക് പോകാം. 150ാമത്തെ നില എന്ന് പറയുന്നെങ്കിലും 150 മീറ്ററാണ്. 150ാമത്തെ മീറ്ററിലാണ് ആ ഗോപുരം ഉള്ളത്. ഗോപുരത്തിൽ നിന്നിട്ടാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു ഹാളാണ്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയത്തില്ല ഇത്ര അധികം സ്പേസ് ഈ നമ്മുടെ ഈ ടവറിൻ്റെ ഉള്ളിലുണ്ടോയെന്ന്. എന്നാ പറയുന്നത്, ഭയങ്കര സന്തോഷമുള്ളൊരു മൂമെൻ്റാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം അത് തുറന്ന ഫസ്റ്റ് ദിവസം തന്നെ ഇതിനകത്ത് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര സന്തോഷമാണ്.
ആ ഹാളിൽ നമുക്ക് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരുപാട് മെഷീൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ ടവറിൻ്റെ പഴയകാല പേര് ടെലികമ്മ്യൂണിക്കേഷൻ ടവർ എന്നായിരുന്നു. ഇതിൻ്റെ നിർമ്മാണം പകുതി എത്തുന്ന സമയത്താണ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നത്. അതിനുശേഷം വിജയം വന്നു കഴിഞ്ഞപ്പോൾ ഈ ടവറിൻ്റെ പേര് മാറ്റി ലിബറേഷൻ ടവർ എന്നാക്കുമായിരുന്നു. അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ കാരണവന്മാരുടെ കാലത്തുള്ളവർ ഇവിടെ വന്നിട്ടാണ് ഫോൺ ചെയ്തിരുന്നത്. അതായത് പണ്ട് കാലത്തുള്ളവർ വെള്ളിയാഴ്ച ദിവസം, അവധി ദിവസം താഴെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വന്ന് ക്യൂ നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് നാട്ടിലേക്ക് ഒരു 1-2 മിനിറ്റ് വിളിക്കുന്നു. ഇന്നൊക്കെ എന്തൊക്കെ ഫെസിലിറ്റിയാണ്, കണ്ടു വിളിക്കാം. നമ്മളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലും അറിയുന്നില്ല. അന്നത്തെ കാലത്ത് വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഇവരെല്ലാവരും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് നാട്ടിലേക്ക് അർജൻറ്റായിട്ട് വളരെ പെട്ടെന്ന് 1-2 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് കാലത്ത് യൂസ് ചെയ്തിരുന്ന പഴയകാല ഫോണുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഓർമ്മ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. പണ്ടത്തെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കുവൈറ്റ് ടവറിൻ്റെ കുറേ പിക്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലിബറേഷൻ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ 11 വർഷമായി, 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഓപ്പൺ ആക്കുന്നത്. ആ ഒരു ഭയങ്കര ഭാഗ്യമാണ് ഈ കാഴ്ചകൾ കാണുമെന്ന് പറഞ്ഞത്. അപ്പം കുവൈറ്റുള്ള എല്ലാ സുഹൃത്തുക്കളും ഇത് മിസ് ചെയ്യരുത്. അടിപൊളി കാഴ്ചയാണ്. പ്രത്യേകിച്ച് നൈറ്റൊക്കെ വരുവാണെന്നുണ്ടല്ലോ, സൂപ്പർവാണ്. നമുക്ക് ഓൾമോസ്റ്റ് കുവൈറ്റ് കാണാൻ പറ്റും. ടവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ആകാശവിസ്മയ കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം കുവൈറ്റ് സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുവൈറ്റ് സിറ്റിയുടെ മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ലിബറേഷൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവനിങ് ആണ്. 5-6 മണിക്കൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടും. പകലത്തെ കാഴ്ചയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു 4 മണി 5 മണി സമയത്ത് പോരുവാണെങ്കിൽ 2 വിഷ്വൽസും കണ്ടു പോരാൻ പറ്റും. ഉണ്ടോ, വണ്ടിയൊക്കെ ഉണ്ടോ, കുഞ്ഞൂറും പനങ്ങുന്ന പോലെ ഉണ്ട്. പിന്നീട് നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ടെലിസ്കോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കുവൈറ്റ് ടവറിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതേ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ അതിന് $1 ദിനാർ പേ ചെയ്യണം. ഇതിന് മുമ്പ് പേയ്മെൻറ്റ് കാണുമായിരിക്കും, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഫ്രീ ആണ്. നമുക്ക് എൻട്രൻസിന് ഫീസില്ല, ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നതിന് ഫീസില്ല. അപ്പോൾ നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് ടെലിസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. താഴെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും വലിയൊരു ഹാളാണ് ശരിക്കും ഇത്. അത് ചുറ്റും നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. ഗ്ലാസ്സൊക്കെ പക്ക ക്ലിയറാണ്. നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലും എല്ലാം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. അങ്ങ് ദൂരെ നമുക്ക് കുവൈറ്റിലെ വലിയ കെട്ടിടങ്ങൾ എല്ലാം കാണാൻ സാധിക്കും. അൽഹമറ ടവറാണ് അവിടെ കാണുന്ന ഏറ്റവും പൊക്കം കൂടിയ ഒരു ബിൽഡിങ്. അതാണ് ഇപ്പോഴത്തെ കുവൈറ്റിലെ ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിങ്. ഫ്രണ്ട്സ്, അപ്പം അവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ഒരു ബിഗ് സ്ക്രീനിൽ ഈ ടവറിനെ സംബന്ധിച്ചിട്ടുള്ള ഫുള്ള് ചരിത്രം, അതായത് ഏത് വർഷമാണ്, ഏത് രാജാവിൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത് തുടങ്ങിയ ഇതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങൾ എല്ലാം ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം അത് കാണുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് കാലത്തെ പ്രവാസികളായിട്ടുള്ളവർ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന ടെലിഫോൺ ബൂത്താണ് അത്. അതേപടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതായത് നമ്മൾ പത്തേമാര് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്തേമാര് സിനിമയ്ക്കകത്ത് മമ്മൂട്ടി നാട്ടിലേക്ക് വിളിക്കുന്ന ആ സെറ്റപ്പ് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പണ്ട് കാലത്ത് ഇവിടുന്ന് ഈ സംവിധാനം യൂസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. അവർക്ക് ഒരുപാട് സന്തോഷമാവും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ അവരുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു നിമിഷമായിരിക്കും അത്. ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ലോ. ശരിക്കും ഉണ്ടല്ലോ, ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ, അതായത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന് തന്നെ ഈ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചല്ലോ. പക്ഷേ നമ്മൾ കയറി കണ്ടു. എന്നാ പറയുന്നത്, വാക്കുകളൊക്കെ ഇടറുന്നുണ്ട്. അത്രയ്ക്ക് സന്തോഷമാണ്. ഇവിടുത്തെ ആ ഒരു കാലത്തെ ഏറ്റവും വലിയ ടവറായിരുന്നു അറേബ്യൻ, അതായത് ഗൾഫ് നാടുകളിൽ വെച്ച് ഏറ്റവും വലിയൊരു ടവറിൻ്റെ, ഇപ്പോഴാണ് ബുർജ് ഖലീഫയും കാര്യങ്ങളൊക്കെ വന്ന്, പണ്ട് കാലത്തെ ഏറ്റവും ഹയസ്റ്റ് ടവറായിരുന്നു. അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. അപ്പം അതിൻ്റെ എന്നാ പറയുന്നത്, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ കുവൈറ്റുള്ളവർ ഉറപ്പായിട്ടും ഇത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ പണ്ട് ഇതിനകത്ത് കയറണമെങ്കിൽ 3 ദിനാറായിരുന്നു. ഫ്രീ കോസ്റ്റാണ്, സൗജന്യമായിട്ട് ഇപ്പം നമുക്ക് വന്ന് ലിബറേഷൻ ടവർ വിസിറ്റ് ചെയ്ത് കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകുന്നതാണ്. കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 5 മണി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ടുണ്ടല്ലോ, നമുക്ക് ചുറ്റും ഓൾമോസ്റ്റ് കുവൈറ്റ് വാച്ച് ചെയ്യാൻ പറ്റും. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. പിന്നെ ഇതിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കയറി വന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഈ ടവറിൻ്റെ തന്നെ നൈറ്റിലെ ഒരു വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഉറപ്പായിട്ടും വരും. ഫെബ്രുവരി 3 ആഴ്ച സമയമുണ്ടല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നൈറ്റിലെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി വരും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലിഫ്റ്റിലുള്ള താഴോട്ടുള്ള ഒരു യാത്രയാണ്. 150-ാമത്തെ മീറ്ററിൽ നിന്ന് നല്ല പടേന്ന് താഴേക്ക് വരുന്നൊരു സെറ്റപ്പുണ്ട്. നമ്മൾ ആ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അത്ര ഫീൽ വരത്തില്ലെങ്കിലും നമ്മൾ താഴേക്ക് വരുമ്പോൾ അടിപൊളിയാണ്, നല്ല രസമാണ്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ലിഫ്റ്റിൽ വരുന്നത്. അതൊരു പ്രത്യേക അനുഭവമാണ്. ഏതായാലും കൊള്ളാം, അടിപൊളി. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരു മലയാളിയാണെന്നാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടല്ലോ 3 ആഴ്ച സമയമുണ്ട്. അപ്പോൾ ഫെബ്രുവരി ഫുള്ള് നമുക്കിത് കാണാൻ പറ്റും. 3 മണി കഴിഞ്ഞ് 3 മണി തൊട്ട് 8 മണി വരെയാണ് ഇതിൻ്റെ സമയം. അപ്പം ആരും മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് കുവൈറ്റുള്ളവർ ഉറപ്പായിട്ട് ഇത് വന്ന് കാണണം. ഞാനിവിടെ വന്ന വർഷം ഇത് ഓപ്പൺ ആയിരുന്നു. അന്നേരം വിചാരിച്ച് അടുത്ത വർഷം കാണാമെന്ന് വിചാരിച്ചു. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുവൈറ്റുള്ളൊരു പിള്ളേരെയൊക്കെ കൂട്ടി, ഫാമിലി ആയിട്ടുള്ളൊരു പിള്ളേരെയൊക്കെ കൂട്ടി, അങ്ങനെ എന്നാ പറയുന്നത്, ഫ്രണ്ട്സ് ആണെങ്കിലും വന്ന് കാണുക. ബസ്സിൽ വരാം, വണ്ടിയൊന്നും ടാക്സി ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം KPTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് ലിബറേഷൻ ടവർ. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. പേയ്മെൻ്റ് ഇല്ല, ഫ്രീ ആണ്, ഫുള്ള് ഫ്രീ ആണ്. ഫ്രണ്ട്സ്, അപ്പം ഈ സുന്ദരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. കുവൈറ്റിലെ ഇതുപോലത്തെ അതിസുന്ദരമായ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ.